എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉയർത്തിയേക്കും. 2000 രൂപ വരെ ആയേക്കാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ ഉയർത്തുന്നത് ഗുണകരമാകും എന്നാണ് LDF കണക്കുകൂട്ടുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അടുത്ത മാസം അവസാനത്തോടെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ക്ഷേമ പെൻഷൻ തുക 2500 എത്തിക്കും എന്നതായിരുന്നു 2021 LDF പ്രകടന പത്രിക പറഞ്ഞിരുന്നത്. എന്നാൽ 2021, 22, 23, 24 എന്നീ 4 ബജറ്റുകൾ ധനമന്ത്രി അവതരിപ്പിച്ചെങ്കിലും 100 രൂപ പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ഭരണം തീരാൻ ഇനി 16 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൽ 900 രൂപയാണ് സർക്കാരിന്റെ വാഗ്ദാന പ്രകാരം വർദ്ധിപ്പിക്കേണ്ടതുള്ളത്. ഈ ഒരു കാലയളവിൽ 2 ബജറ്റുകൾ മാത്രമാണുള്ളത്. അതിലൊന്നാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത്. 2026 മെയ് മാസം പുതിയ സർക്കാർ അധികാരത്തിലേറും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പകുതിയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞിട്ടുള്ളത്. അടുത്ത ബജറ്റിൽ 100 മുതൽ 400 രൂപ വരെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ നിലവിൽ 4 മാസത്തെ ഗഡു കുടിശ്ശികയിലാണ്. അത് ഒന്ന് ഈ ക്രിസ്മസിന് കൊടുത്തു തീർക്കും. നിലവിൽ ഓരോ ഗുണഭോക്താവിനും 6400 രൂപ വീതം ലഭിക്കാനുണ്ട്. ഇതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കുടിശ്ശികയ്ക്ക് മുമ്പ് മരണപ്പെട്ടാൽ പിന്നെ കുടിശ്ശിക അവരുടെ അവകാശികൾക്ക് ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും നൽകുക. അതായത് ബജറ്റ് നടക്കുന്ന ജനുവരി മാസത്തിൽ തുക ഉയർത്തിയാൽ പോലും മെയ് മാസം മുതലേ ആ 2000 രൂപ അല്ലെങ്കിൽ കൂട്ടിയ തുക ലഭിച്ചു തുടങ്ങുകയുള്ളൂ. എന്തായാലും ഈ മാസത്തെ പെൻഷൻ നടപടികൾ അടുത്ത ആഴ്ച ആരംഭിക്കും. 20ഓടുകൂടി പെൻഷൻ വിതരണം ഉണ്ടാകും. ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതുമാണ്. അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി 4 നോമിനിയെ വരെ ചേർക്കാനാകും. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികളെ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൈലറ്റായി അവതരിപ്പിച്ച ബില്ല് ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. ബില്ലിനുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിക്ഷേപകർക്ക് തുടർച്ചയായി അല്ലെങ്കിൽ ഒരേ സമയം 4 നോമിനിയെ വരെ നിർദ്ദേശിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം ലോക്കർ ഉടമക്ക് ഇതിന് കഴിയില്ല എന്നും തുടർച്ചയായ നോമിനേഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒന്നിലധികം നോമിനികളെ വെക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരിച്ചാൽ നോമിനിക്ക് FT നിയമ തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. സമ്പാദിക്കുന്ന ആളുടെ മരണശേഷം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിന് ഇത് വഴിയൊരുക്കും. കോവിഡിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ പലരും അപ്രതീക്ഷിതമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നോമിനേഷന്റെ കാര്യത്തിലുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് കേന്ദ്രം തീരുമാനിച്ചത്. നിലവിൽ ഭേദഗതിയിലൂടെ FD അക്കൗണ്ട് ഉടമകൾക്ക് 4 നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും. മുമ്പ് ഒരാളെ മാത്രമേ നോമിനിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഒരേ സമയം 4 നോമിനികളെ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട തുകയുടെ ശതമാനം ഉടമ നേരത്തെ തന്നെ പരാമർശിക്കണം. മക്കളോ ഭാര്യയോ അമ്മയോ നോമിനിയാണ് എങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണത്തെ തുടർന്നോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഷെയറിന്റെ ശതമാനം സൂചിപ്പിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള നോമിനേഷനിലൂടെ നിശ്ചിത മുൻഗണനാക്രമത്തിൽ 4 നോമിനിയെ വരെ വെക്കാൻ ഒരു നിക്ഷേപകനെ അനുവദിക്കുന്നു. മരണം കാരണമോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ചില വ്യവസ്ഥയിലോ നോമിനിക്ക് മുഴുവൻ തുകയും ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ